ശ്രീ രാഹുൽ ഈശ്വർ നമുക്കിപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ, തന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ചെമ്പുപാളിയിൽ സ്വർണം പൂശാൻ താനൊരു റിപ്പോർട്ട് കൊടുത്തത് എന്താണ് അന്നത്തെ ഉദ്യോഗസ്ഥൻ പറയുന്നത്. അത് പക്ഷേ പച്ചക്കള്ളമാണ്. അവിടെ സ്വർണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാകുന്നുണ്ട് വിവിധ രേഖകളിൽ. ഈ പ്രതികരണം വരുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ആദ്യം തന്നെ ശ്രീ മുരാരി ബാബുവിനൊരു നന്ദി പറയാനാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അയ്യപ്പൻ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ. സ്വാമി അയ്യപ്പൻ മുരാരി ബാബുവിനോട് തന്റെ ഈ ദ്വാരപാലകർക്ക് സ്വർണം പൂശണം എന്ന് പറഞ്ഞില്ലല്ലോ. അത് തന്നെ വലിയ കാര്യം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള പ്രതികരണം അതാണ്. ആലോചിച്ച് നോക്കുക, എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ദേവസ്വം ബോർഡിന്റെ മീറ്റിംഗിന്റെ ഭാഗമായിട്ടല്ലേ ചെമ്പ് പാളികളെന്ന് വ്യാജരേഖയുണ്ടാക്കി അതിന് മേലിൽ സ്വർണം പൂശണം എന്ന് പറഞ്ഞത്? നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടർ വളരെ ശരിയായി പറഞ്ഞതുപോലെ ഓൾറെഡി ഗോൾഡ് ക്ലാഡഡ് ആയ കട്ടിയുള്ള സ്വർണ്ണം ഉള്ളതിന്റെ മേലിൽ സ്വർണം പൂശേണ്ടതിന്റെ ആവശ്യം എന്താ? ഇന്നലെ വന്ന തെളിവുകളടക്കം 1.5 കിലോഗ്രാം ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് 360 ഗ്രാം പൂശണമെന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? തട്ടിപ്പിന്റെ തിരക്കഥയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഈ മുരാരി ബാബു എന്ന് പറയേണ്ടി വരും. അദ്ദേഹം അല്ല, ഈ 2 ദിവസങ്ങളിൽ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ 10-ാം തീയതി എന്തായാലും വിജിലൻസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വരുമല്ലോ. യഥാർത്ഥത്തിൽ ഇത് ദേവസ്വം ബോർഡിലെ ചില ആൾക്കാര് ഉണ്ണികൃഷ്ണ പോറ്റിയെ കരുവാക്കി നടത്തിയ ഒരു കൊള്ളയാണ്. തട്ടിപ്പെന്ന വാക്ക് പറഞ്ഞാൽ പോലും പോരാ. തട്ടിപ്പാണ്, സംശയമില്ല. പക്ഷെ മോഷണമാണ്, കൊള്ളയാണ്. യഥാർത്ഥത്തിൽ അത് പുറത്തു വരണം. അതുകൊണ്ട് ഓൾറെഡി ഗോൾഡ് ക്ലാഡഡ് ആയ സാധനങ്ങൾ എന്തിനാ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നത്? ഈ ചോദ്യം ഇന്നലത്തെ ഹൈക്കോടതിയുടെ വിധിയിൽ ഹൈക്കോടതി എടുത്തു ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടക്കമുള്ള മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. ഒരു പക്ഷേ ഹൈക്കോടതി വിധിയിലെ വാക്കാണ് ഞാൻ പറയുന്നത്, നല്ല കാശുള്ള ആർക്കെങ്കിലും ഇവർ മറിച്ച് വിറ്റ് കാണും എന്ന് കോടതി വിധിയിൽ എഴുതിയിട്ടുണ്ട്. മറിച്ച് വിറ്റ് കാണാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിൽ പോലും എഴുതിയിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ മറക്കരുത്. അപ്പം ആരെ പറ്റിക്കാനാണ് ഈ കള്ളങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഒരു ദയവായി തുടരൂ. പ്രശാന്ത് കൃഷ്ണയിലേക്ക് ഒരിക്കൽ കൂടെ പോകുന്നു. പ്രശാന്ത്, കോടതി ഉത്തരവിൽ തന്നെയുണ്ട് ഇതാർക്കോ മറിച്ചു വിറ്റു എന്ന പരാമർശം. ഏത് കോടീശ്വരന്റെ പൂജാമുറിയിലാണ് ഇരിക്കുന്നത് എന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആവശ്യപ്പെടുന്നതും. ഇപ്പോൾ ഈ വന്ന് ന്യായീകരിക്കുന്ന മുരാരി ബാബു, അന്നത്തെ ഉദ്യോഗസ്ഥൻ, അയാളുടെ ഈ തിരക്കഥയിലെ റോൾ എന്താണ് എന്ന് വേണം മനസ്സിലാക്കാൻ. രതീഷ്, ഈ 2019 ജൂലൈ മാസം 5-ാം തീയതിയാണ് ബോർഡ് ഈ ഉത്തരവിറക്കുന്നത്. ഈ ഉത്തരവിലാണ് ഈ വലിയ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം ചെമ്പുപാളിയാണ്, അത് സ്വർണം പൂശാനുള്ള തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ആ ഉത്തരവിൽ ഫയൽ എഴുതിയിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഇപ്പോൾ അത് ചെമ്പ് തന്നെയായിരുന്നു എന്ന് പറയുന്ന മുരാരി ബാബുവാണ്. അപ്പോൾ ബോർഡ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മുരാരി ബാബുവിനെ സംശയത്തിന് നിഴലിലായി മുരാരി ബാബുവിനെതിരെ നടപടിക്ക് ഒരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? 2019 ഈ ഉത്തരവ് ചെമ്പുപാളിയാക്കിക്കൊണ്ടുള്ള ഈ ഉത്തരവിറക്കി അങ്ങനെ ഒരു വീഴ്ച വരുത്തി എതും. അതിനൊപ്പം തന്നെ ഇത്തവണ 2025 വീണ്ടും ഇതേ ദ്വാരപാലക ശില്പം, അതായത് 5 വർഷത്തിനിപ്പുറം 40 വർഷം ഗ്യാരണ്ടി പറഞ്ഞ ദ്വാരപാലക ശില്പത്തിന് തകരാറ് വന്നു, അതിൽ അറ്റകുറ്റപ്പണി വേണ്ടി വന്നു എന്ന കാരണം കൊണ്ട് അത് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്, അല്ലെങ്കിൽ അങ്ങനത്തെ നിർദ്ദേശമെടുത്തത് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇപ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന, അതായത് 2025 സെപ്റ്റംബർ മാസം ആദ്യം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഈ അതേ മുരാരി ബാബു തന്നെയാണ് ഈ നിർദ്ദേശം വെച്ചത്. അതായത് 40 വർഷക്കാലം ഉണ്ണികൃഷ്ണൻ പോറ്റി നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വിളിച്ചേൽപ്പിക്കാം. അപ്പോഴാണ് ബോർഡിന്റെ ഒരു വലിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ ശുപാർശ മുരാരി ബാബുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് എന്നത് വ്യക്തമാകുന്നുണ്ട്.